ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ എന്ന് നാം ഇവിടെ വായിക്കുന്നു. നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ദൈവത്തിൻ്റെ ആലോചന നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുവിൻ. ഈ വാക്യത്തിൻ്റെ സാരാംശം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം തൊട്ടു എന്നതാകുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്കും ഭേദം വന്നു എന്ന്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കും. പ്രാർത്ഥനയെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ ഒരു ദൂതുണ്ട്. അതിപ്രകാരമാണ്: അവർ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ഈ വാക്യത്തിൽ നിന്നും പ്രാർത്ഥനയെക്കുറിച്ച് 4 ചിന്തകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, നമ്മളുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ മുന്നിൽ കൊണ്ടുവരാം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നതായിട്ടാണ് വായിക്കുന്നത്. അത് മാറാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചെങ്കിലും അത് മാറിക്കിട്ടിയതായി കാണുന്നില്ല. എന്നാൽ അവിടെ ഒരു വചനം നമുക്ക് കാണാൻ കഴിയും: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ കൃപ മതി. രോഗം മാറിയില്ലേലും വേണ്ട, കൃപ മതി. കൃപയിൽ നിൽക്കുക വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് മാറിയോ? മാറിയില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? മറുപടി കിട്ടിയില്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞത്? അത് പ്രാർത്ഥിച്ചെങ്കിലും അത് മാറിക്കിട്ടിയതായി നമുക്ക് കാണുന്നില്ല. കാരണം അതിരുന്നോട്ടെന്നേ എന്നുള്ളതാണ് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി. മരണത്താൽ മാറ്റപ്പെട്ട സഹസ്രങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതാണല്ലോ ഈ കൊറോണ കാലം. അതിനു മുമ്പുള്ള വെള്ള പ്രശ്നങ്ങൾ, എന്നൊക്കെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് മുമ്പും എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു നമ്മൾ. എന്നാൽ അവർ പലരും രക്ഷിക്കപ്പെടാതെ മരിച്ചു. മോശ കനാനിൽ കാലുകുത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും അത് പ്രവേശിച്ചില്ല. ഗത്സമനയിലാകട്ടെ പാനപാത്രം മാറിപ്പോകുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പ്രാർത്ഥിച്ചു, എങ്കിലും അത് മാറിപ്പോയില്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ഈ ആലോചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നതാണ് അതിനുള്ള മറുപടി. മനസ്സിലായവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇനി രണ്ടാമത്തെ വിഷയം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി മറുപടി തരും. പക്ഷേ ഈ മറുപടി ചിലപ്പോൾ ചില കാലങ്ങൾക്ക് ശേഷമാണെങ്കിലോ അങ്ങനെയാണ് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മടുത്ത് പോകാതെ തുടർച്ചയായി പ്രാർത്ഥിക്കുക എന്നതാണല്ലോ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ ചില ആഴ്ചകൾ വേണ്ടി വന്നതായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഏകദേശം 20 വർഷം പ്രാർത്ഥിച്ചത്. അതിന് മുഖാന്തരമായി ആ കുഞ്ഞിക്കാല് കാണുവാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം? 20 വർഷമോ 50 വർഷമോ 100 വർഷമോ ആയുസ്സുള്ള കാലത്തോളം പ്രാർത്ഥിക്കട്ടെ. ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും, അത് അനുഗ്രഹപ്പെട്ടതായിരിക്കും. അതിനകത്ത് യാതൊരു ഊനവും കാണുകയില്ല. ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു?
അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണല്ലോ ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞാണ് യേശുക്രിസ്തു വന്നത്. അപ്പോൾ വന്നത് ഗുണമായേ, അനുഗ്രഹമായേ, അവിടെയും വലിയ വിടുതൽ കാണുവാനിടയായി. 3-ാമത്തെ വിഷയം, പ്രാർത്ഥിക്കുന്ന ഉടൻ തന്നെ മറുപടിയും ലഭിക്കുന്നു. ഏലിയാ പ്രാർത്ഥിച്ച ഉടനെ സ്വർഗത്തിൽ തീ ഇറങ്ങി യാഗപീഠത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. മോശ പ്രാർത്ഥിച്ച ഉടനെ ചെങ്കൽ വിഭജിക്കപ്പെട്ടു. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ ഇറങ്ങി വസിച്ചു. ഇനി 4-ാമത്തെ കാര്യം പറയട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് ഉത്തരം തരുന്നു. അതാണ് യെശയ്യാവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർ വിളിക്കുന്നതിന് മുമ്പേ അങ്ങനെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ഇതിൻ്റെ കൂടെ മത്തായി 6:8 കൂടെ വായിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. ദൈവത്തിനായി നമ്മളെ സഹായിക്കട്ടെ. ഈ പ്രാർത്ഥന ആലോചനകൾ നമ്മുടെ ജീവിതത്തിന് എന്നും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.